Hi everyone, welcome back to my YouTube channel Incredible English. As I have told in the last video, today we are going to discuss present perfect continuous tense. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടൊക്കെ യൂസ് ചെയ്യണം, എന്താണ് അതിന്റെ റൂൾ എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നോക്കാം. സോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത് has or have plus been plus ing of V1. ബീൻ എന്നുള്ള കാര്യം, ബീൻ എന്നുള്ള വേർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ബീനും ബീങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പെർഫെക്റ്റ് ടെൻസസിന്റെ കൂടെ നമ്മൾ ബീനെ യൂസ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, സോ ഇവിടെ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഓഫ് ദ V1. പെർഫെക്റ്റ് ടെൻസിന്റെ ഹാസ് ഹാവ് ഫോമും ഓൾസോ കണ്ടിന്യൂസ് ടെൻസിന്റെ ing ഫോമും കൂടെ ചേർന്ന് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് കിട്ടുന്നു. അപ്പം ഇതിനെ ഇനി എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന ആക്ഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ അത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു, അറ്റ്ലീസ്റ്റ് നമ്മൾ സംസാരിച്ച് തീരുന്ന മൊമെന്റ് വരെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി. നേരത്തെ സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ബിഗിൻ ചെയ്തു, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ റൂൾ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ ഗോയിങ് ഓൺ, അതും നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ എക്സാമ്പിൾസ് നോക്കിക്കേ. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് 9 o'clock. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് 9 o'clock എന്ന് പറഞ്ഞാൽ 9 o'clock തൊട്ട് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തേ? അല്ല, 9 o'clock തൊട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മഴ കഴിഞ്ഞ് മഴ പെയ്ത് തോർന്നു? ഇല്ല, ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റിൽ ഗോയിങ് ഓൺ. നെക്സ്റ്റ് സെന്റൻസ്, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 10 o'clock. യെസ്, ഞാൻ നിനക്ക് വേണ്ടി 10 മണി തൊട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആ വെയിറ്റ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു, വെയിറ്റിംഗ് എന്നുള്ള ആ ഒരു ആക്ടിവിറ്റി നേരത്തെ തുടങ്ങി, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു നേരത്തെ തുടങ്ങി സ്റ്റിൽ ഗോയിങ് ഓൺ ആക്ഷൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ബട്ട് നോട്ട് ഓൺലി ഫോർ that have just stopped, actions that have just stopped. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, യു ലുക്ക് സോ ടയേർഡ്. അപ്പം ഒരാളെ കണ്ടു, നമ്മൾ പറയാണ് യു ലുക്ക് സോ ടയേർഡ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ടയേർഡ് ആണ്. അപ്പൊ അവന് റിപ്ലൈ തരികയാണ്, യെസ് ഐ ഹാവ് ബീൻ റണ്ണിങ്. ഞാൻ ഓടുകയായിരുന്നു. ദാറ്റ് ഈസ് കംപ്ലീറ്റഡ് ആക്ഷൻ. ഞാൻ ഓടുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ടയേർഡ് ആയിട്ട് ലുക്ക് ചെയ്യുന്നത്. സോ അത് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ ആണ്. ഇവിടെ പറഞ്ഞ എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ നമുക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിൽ ഗോയിങ് ഓൺ എന്നുള്ള ടൈമിൽ മാത്രമല്ല, അതല്ലാതെ കംപ്ലീറ്റഡ് ആയ ആക്ഷൻസിനെ കുറിച്ച് പറയാനും, ജസ്റ്റ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസിനെ കുറിച്ച് പറയാനും നമുക്ക് ജസ്റ്റ് സ്റ്റോപ്പ്, ആ ഒരു പോയിന്റ് ഓർക്കണം. ജസ്റ്റ് സ്റ്റോപ്പ് എന്നുള്ള പോയിന്റ് ഓർക്കണം. സോ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള അറ്റ് മൊമെന്റ് ഓഫ് സ്പീക്കിംഗ്, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ഷനെ കുറിച്ച് പറയാനും നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റിക്ക് മാത്രമല്ല, ഫോർ റിപ്പീറ്റഡ് ആക്ഷൻസ്, ഫോർ റിപ്പീറ്റഡ് ആക്ടിവിറ്റി, അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. എന്താണ് റിപ്പീറ്റഡ് ആക്ടിവിറ്റി? ഒരു ആക്ഷൻ നടന്നു, അത് കംപ്ലീറ്റ് ആയി, കുറച്ച് കഴിഞ്ഞ് പിന്നെയും അത് സംഭവിക്കുന്നു, അതാണ് റെപ്പിറ്റീഷൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ പോസ് ഇല്ലാതെ, നിർത്താതെ നടന്നുകൊണ്ടിരിക്കുന്നു, അതാണ് കണ്ടിന്യൂസും റിപ്പീറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നിർത്താതെ നടന്നുകൊണ്ടിരിക്കുന്നു. റെപ്പിറ്റീഷൻ എന്ന് പറയുമ്പോൾ ചെയ്തു, നിർത്തി, പിന്നെയും ആ ഒരു ആക്ടിവിറ്റി തന്നെ നടക്കുന്നതിനെയാണ് റിപ്പീറ്റഡ് ആക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റിപ്പീറ്റഡ് ആക്ഷൻസിനെ കുറിച്ച് എക്സ്പ്രസ് ചെയ്യാനും നമ്മൾ ഇത് യൂസ് ചെയ്യും. നോക്കിക്കേ എക്സാമ്പിൾ, പീപ്പിൾ ഹാവ് ബീൻ ഫോണിങ് മീ ഓൾ ഡേ. അപ്പം വൺ ടൈം കോൾ ചെയ്തു, റിങ് ചെയ്ത് സ്റ്റോപ്പായി, പിന്നെയും കുറച്ച് കഴിഞ്ഞ് പിന്നെയും ട്രൈ ചെയ്യണം, റിങ് ചെയ്ത് സ്റ്റോപ്പായി,
സോ ദാറ്റ് ഈസ് എ റിപ്പീറ്റഡ് ആക്ഷൻ അല്ലേ. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ റിപ്പീറ്റഡ് ആക്ഷൻസ് എക്സ്പ്രസ് ചെയ്യാനും യൂസ് ചെയ്യുന്നു. അടുത്ത പോയിന്റ്, യൂസ്ഡ് വിത്ത് വേർഡ്സ് ദാറ്റ് റെഫർ ടു എ പീരിയഡ് ഓഫ് ടൈം. ഓക്കെ, യൂഷ്വലി പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൂടെ നമ്മൾ ക്ലബ് ചെയ്യാറുള്ള ചില വേർഡ്സ് ആണ് ഇതൊക്കെ. ഈ വേർഡ്സ് എല്ലാം തന്നെ ഒരു ടൈം പീരീഡ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ടൈം പീരീഡ് ആണ് കാണിക്കുന്നത്. നോക്കിക്കേ, റീസെന്റ്ലി, ലേറ്റ്ലി, ദിസ് വീക്ക്, സിൻസ്, ഫോർ, ഈ ഉള്ള സിറ്റുവേഷൻ എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് ദ ഡ്യൂറേഷൻ അല്ലെങ്കിൽ പീരീഡ് ഓഫ് ആക്ഷൻ ആണ് കാണിക്കുന്നത്. സോ ഇത്തരം വേർഡ്സിന്റെ കൂടെ, നോട്ട് ഓൺലി ദിസ്, ഇതുപോലെയുള്ള ടൈം എക്സ്പ്രസ് ചെയ്യുന്ന വേർഡ്സിന്റെ കൂടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓർ വി ക്യാൻ സേ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൂടെയാണ് ഈ വേർഡ്സിനെ നമ്മൾ കോമൺലി കാണുന്നത്. സോ ദ എക്സാമ്പിൾ, the company has been losing എന്ന് പറയുമ്പോൾ it is present perfect continuous ആയി. has been losing its trust recently കണ്ടോ, ഈയിടെയായിട്ട് കമ്പനിക്ക് അതിന്റെ വിശ്വാസം, ജനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ two more points നമ്മൾ ഡിസ്കസ് ചെയ്തു. ടോട്ടൽ 4 points ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. എവിടെയൊക്കെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അനദർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സിറ്റുവേഷൻ, ഇതാണ് ഇതിൽ ഏറ്റവും അധികം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് when we want to express the duration of an activity. How long, എത്ര നേരം ആ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, എത്ര നേരമായിട്ട് അത് നടക്കുന്നു, അത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. How long or the duration of an activity. See the example provided here. I have been working here for almost 6 months. കണ്ടോ, 6 months, എത്ര മാസം, how long or the duration of that action. എന്താണ് ഇവിടുത്തെ ആക്ഷൻ? വർക്കിംഗ് എന്നുള്ളത്. അപ്പൊ എത്ര നാളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ എക്സ്പ്രസീവ് ആണ്. ഐ എം വർക്കിംഗ് ഹിയർ എന്നല്ല, എത്ര നാളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഡ്യൂറേഷൻ എക്സ്പ്രസ് ചെയ്യേണ്ടപ്പോൾ ഒരു ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ എത്ര നേരമായിട്ട് നടക്കുന്നു, ഹൗ ലോങ് എന്ന് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് റിഗാർഡിംഗ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, ഇനി ഇത്രയും പറഞ്ഞപ്പോൾ എവിടെ യൂസ് ചെയ്യരുത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കണം. ഒരിക്കലും നമ്മൾ പറഞ്ഞു ടൈം എക്സ്പ്രഷൻസിന്റെ കൂടെ റീസെന്റ്ലി, ദിസ് വീക്ക്, സിൻസ്, ഫോർ പോലെയുള്ള ടൈം എക്സ്പ്രഷൻസിന്റെ കൂടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. ബട്ട് ഒരിക്കലും ഫിനിഷ്ഡ് ടൈം എക്സ്പ്രഷൻസിന്റെ കൂടെ നമ്മൾ അത് യൂസ് ചെയ്യരുത്. അപ്പൊ നമ്മൾ പറയാണ്, ഞാൻ 10 o'clock തൊട്ട് 5 o'clock വരെ സൈക്ലിംഗ് ചെയ്യുകയായിരുന്നു, ജോഗിങ് ചെയ്യുമായിരുന്നു നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഐ വാസ് സൈക്ലിംഗ് എന്നേ പറയാവുള്ളൂ. ഐ ഹാവ് ബീൻ സൈക്ലിംഗ് ഫ്രം 10 o'clock until 5 o'clock എന്നൊരിക്കലും പറയരുത്. കാരണം ദാറ്റ് ഇസ് എ കംപ്ലീറ്റഡ് ആക്ടിവിറ്റി. ഫിനിഷ്ഡ് ടൈം എക്സ്പ്രഷൻ ആണ് അവിടെ വന്നിരിക്കുന്നത്. അൺടിൽ എന്ന് പറയുമ്പോൾ അപ്പോൾ വരെ എന്നാണ്, അപ്പൊ അത് കഴിഞ്ഞു. സോ ഫിനിഷ്ഡ് ടൈം എക്സ്പ്രഷൻസിന്റെ കൂടെ ഒരിക്കലും നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് ഓർത്തിരിക്കേണ്ട, എവിടൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ പോയിന്റ്സിനെ എല്ലാം കൂടെ സമപ്പ് ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ ചാർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കിക്കേ, നമുക്കറിയാം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം അല്ലെങ്കിൽ റൂൾ എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഓഫ് V1 ആണ് എന്നറിയാം. ഹാസ് നമ്മൾ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും ഹാവ് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയും ഐയുടെ കൂടെയുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ 2 സിറ്റുവേഷൻസ് പറഞ്ഞു. നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയെ കുറിച്ച് പറയാനും ഓൾസോ ഫോർ ഫിനിഷ്ഡ് ആക്ടിവിറ്റി, ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ടിവിറ്റിയുടെ കൂടെയും യൂസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഈ 2 സിറ്റുവേഷനെ കാണിച്ചിരിക്കുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയുടെ കൂടെ യൂസ് ചെയ്യുമ്പോൾ അവിടെ 2 എണ്ണമാണ് വരുന്നത്, 2 സിറ്റുവേഷൻസ് ആണ് വരുന്നത്. എന്തൊക്കെയാണ്? ഹൗ ലോങ് എന്നും ടെമ്പററി സിറ്റുവേഷൻസും. ലൈക്ക് ഹൗ ലോങ് എത്ര ഡ്യൂറേഷൻ എക്സ്പ്രസ് ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ, അതുപോലെ തന്നെ ടെമ്പററി ആയിട്ടുള്ള ഇപ്പോഴുള്ള ഒരു അവസ്ഥ അത് കാണിക്കാനും. നോക്കിക്കേ, തന്നിരിക്കുന്ന 2 എക്സാമ്പിൾസ്, ഇത് രണ്ടിനെയും കാണിക്കുന്നതാണ്. ഈ റൂൾ എക്സാംപ്ലിഫൈ ചെയ്യാണ്. ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ ലണ്ടൻ ഫോർ 2 years. ഐ ഹാവ് ബീൻ ലിവിംഗ്, ഇത് ഹാവ് ആണ്.
ഹാവിന്റെ ഷോർട്ട് കോൺട്രാക്റ്റഡ് ഫോം ആണ് ഐ ഹാവ്. സോ ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ ലണ്ടൻ എന്ന് പറയുമ്പോൾ ഞാൻ ലണ്ടനിൽ 2 വർഷമായിട്ട് താമസിക്കുന്നു. ദാറ്റ് ഇസ് എ ടെമ്പററി സിറ്റുവേഷൻ. ആൻഡ് അവിടെ നമ്മൾ ടൈം എക്സ്പ്രഷൻ ഫോർ യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ 2 years, എത്ര വർഷം എന്നുള്ള ഡ്യൂറേഷനും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് സെന്റൻസ്, ഐ ഹാവ് ബീൻ ഗോയിങ് ടു ദ ജിം എ ലോട്ട് റീസെന്റ്. കണ്ടോ, റീസെന്റ് എന്ന് പറയുന്ന ടൈം എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഐ ഹാവ് ബീൻ ഗോയിങ് ടു ദ ജിം, അപ്പം ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ പോകുകയാണ്. അതായത് ടെമ്പററി സിറ്റുവേഷനുമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഫിനിഷ്ഡിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് ഈ ഫിനിഷ്ഡ് വരുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫിനിഷ്ഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഫിനിഷ്ഡ് സിറ്റുവേഷനിൽ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് നോക്കിക്കേ. അതായത് ഫിനിഷ്ഡ് ആക്ടിവിറ്റി ആണ്, പക്ഷെ അതിന്റെ റിസൾട്ട് പ്രസന്റിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ റിസൾട്ട് ഇപ്പോഴാണുള്ളതെങ്കിലാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, ഐ ഹാവ് ബീൻ സ്റ്റാൻഡിങ് ഇൻ ദ സൺ, ദാറ്റ്സ് വൈ ഐ ലുക്ക് ടയേർഡ്. ഞാൻ കുറച്ചധികം നേരമായിട്ട് വെയിലത്ത് നിൽക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ക്ഷീണിതനായിരിക്കുന്നത്. ഐ ലുക്ക് ടയേർഡ്. അപ്പൊ ടയേർഡ്, ഇപ്പോൾ ഞാൻ ടയേർഡ് ആയിട്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് പ്രസന്റിലാണ് ഉള്ളത്. സോ ഇത്രയുമാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. Hope this session is useful to you. As I have promised you, third session വരുന്നുണ്ട്. തേർഡ് വീഡിയോയിലായിരിക്കും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാൻ പോകുന്നത്. So see you soon. Thank you.